ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പോലും എക്സ്പെക്റ്റ് ചെയ്യാതെ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ഞങ്ങളുടെ സിറ്റി സെൻറ്റർ മുഴുവനും ബ്രൈഡ്സ് ടു ബിയുടെ പെരുമഴയായിരുന്നു. 3-4 പേര് ഇതുപോലെ തന്നെ ഇങ്ങനെ ആളുകളുടെ അകമ്പടിയോട് കൂടി ഇങ്ങനെ നടന്നു പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത്. എന്തായാലും നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് UK കണ്ടിട്ട് എന്നോട് സഹതാപം തോന്നി 2 പേര്, അനറ്റ് ബേസിൽ. അവരെൻ്റെ സ്വന്തം അനിയത്തിനെ പോലെയാണ് ഞാൻ കാണുന്നത്. അതിലുപരി അവരെൻ്റെ നല്ല സുഹൃത്തുക്കളുമാണ്. അവരെന്നോട് സഹതാപം തോന്നി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഔട്ടിങ്ങിന് പോകാമെന്ന്. സ്നേഹനിധിയായ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ ശരി, നീ പോയിട്ട് വാ, ഞാൻ മക്കളെ നോക്കിക്കോളാം, നീ പോയിട്ട് വാ എന്നെല്ലാം പറഞ്ഞ് എന്നെ വിട്ടു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഇവരെന്നെയും കൊണ്ട് വന്നത് ഒരു പബ്ബിലാണെന്ന് കേട്ടോ. ഇന്ന് വരെ ജീവിതത്തിൽ പബ്ബ് എന്താന്ന് പോലും കണ്ടിട്ടില്ലാത്ത ഞാൻ ഇവരുടെ കൂടെ ചെന്നു. പബ്ബിൽ വന്നത് ഞങ്ങൾ സാധാരണ ആളുകൾ പബ്ബിന് വരുന്ന ഒരു ഉദ്ദേശത്തോടേ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കാണുന്നതെല്ലാം എന്താണെന്ന്. ഇതെല്ലാം വെറും അഭിനയങ്ങൾ മാത്രം, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള അഭിനയ പ്രകടനങ്ങൾ മാത്രമാണിതെല്ലാം. ഇവിടെ ഒരു ബബിൾ ബോൾ ഗെയിം സെക്ഷൻ ഉണ്ട്. അത് വളരെ ഫണ്ണായിരുന്നു. അതെല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ വളരെ ഫണ്ണായിരിക്കുമെന്ന് അവർക്കും ഉറപ്പുണ്ടായിരുന്നു. അനുജൻ്റെ ചേട്ടൻ നാട്ടിൽ നിന്ന് വന്ന സമയമുണ്ട്, എൻ്റെ അനിയത്തിയും കൂടെയുണ്ട്. അവിടെ വരുന്നത് വരെ ഒരു മൂഡില്ലായിരുന്നു. എനിക്ക് അവിടെ ചെന്നപ്പോഴേക്കും നല്ല വൈബായിരുന്നു, നല്ല ചിൽ മൂഡ് അഥവാ റോക്കിംഗ് മൂഡ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയായിരുന്നു. അവരുടെ കൂടെ അങ്ങനെ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് 1 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഒത്തിരി വേണ്ടപ്പെട്ടവരുമായി ചിലവഴിക്കാൻ കിട്ടുന്ന ഓരോ സന്ദർഭങ്ങളും പാഴാക്കാതിരിക്കുക. സാഹചര്യം ഏതുമാവട്ടെ, നമുക്ക് അനുയോജ്യമായ വിധത്തിൽ അതിനെ പാകപ്പെടുത്തുക. നല്ലതെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക, സന്തോഷിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ശുഭദിനം.